ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ആ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 23-ാം തീയതി ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആപ്ലിക്കേഷൻ ലിങ്ക് ആക്റ്റീവ് ആവുമെന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ എന്ത് ഇറങ്ങാറുണ്ട്, ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു PDF സർക്കുലേറ്റ് ആയി പോകാറുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ഇറങ്ങുന്ന ഒരു PDF ആണ് അത് സർക്കുലേറ്റ് ആവാറുള്ളത്. അപ്പോൾ അത് 2-3 സൈറ്റുകളിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ആ ഒരു PDF കിട്ടിയതിനെ തുടർന്ന് നിങ്ങളെ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇതെന്താണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് മുന്നേ അവർ റിലീസ് ചെയ്യുന്ന ഒരു ഡെമോ കോപ്പി പോലെയുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ PDF എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺഫിഡൻഷ്യൽ PDFനെ തുടർന്ന് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. സെയിം പാറ്റേണും സെയിം പറയുന്ന ഈ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ ഏജ് ലിമിറ്റും എല്ലാം അതേ ഒരു സംഭവം തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എടുക്കുന്ന ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷനെ പറ്റി തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 ദിവസം മുന്നേ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. പിന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് 10 or ITI എന്നുള്ളൊരു കാര്യം തന്നെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോട്ടീസിൽ കൂടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. എന്തായാലും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ December 28 വന്ന ഒരു നോട്ടീസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി ഇങ്ങനെയാണ് റിലീസ് ആവാൻ പോണതെന്ന് അവർ ഓൾറെഡി അറിയിച്ചിരുന്നു. അതുപോലെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇനി വരാൻ പോകുന്നത്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പബ്ലിക്കേഷൻ വരുന്നത് 22/1 ഇത് കണ്ടോ, ഇത് കോൺഫിഡൻഷ്യൽ ആണ്. ഈ കാണുന്നുണ്ടായിരിക്കും, കോൺഫിഡൻഷ്യൽ PDF ആണ് ഇത് ഇപ്പം എന്ത് ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ വന്നത്, 21 വന്നതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 22-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ വരുന്നത്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ ഈ ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നത് 23 തൊട്ടാണ് എന്ത് വരുന്നത്, ആപ്ലിക്കേഷൻ ലൈവ്. അത് തന്നെയാണ് അവർ ഒഫീഷ്യൽ നോട്ടീസ് ഇറങ്ങിയപ്പോഴും പറഞ്ഞത്. എന്താണ്, 23 തൊട്ട് എത്ര വരെ, February 22 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കും ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ. അതുവേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചിരുന്നു. ആപ്ലിക്കേഷൻ ഫീയും അതിനുള്ളിൽ തന്നെയാണ് ചെയ്യേണ്ടത്. മോഡിഫിക്കേഷൻ വിൻഡോ വരുന്നത് 25/2/2025-നും 6/3/2025-നും ഇടയിലായിരിക്കും. അങ്ങനെ ഒരു കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. മോഡിഫിക്കേഷൻ വിൻഡോയുടെ ടൈമും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൻഡോ അതായത് നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ നടന്നിട്ട് ആ ഫെബ്രുവരി മാർച്ചും കൂടെ ആകുമ്പോഴേക്കും മോഡിഫിക്കേഷൻ വിൻഡോയും കറക്ഷനും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഡീറ്റെയിൽസ് ഓഫ് വാക്കൻസീസ് എന്ന് പറയുന്നത് എന്താണ്, 18,000 രൂപ സാലറിയിലാണ് തുടങ്ങുന്നത്. നമ്മുടെ ഇനിഷ്യൽ പേ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ത് തന്നെയാണ്, A2 തൊട്ട് തുടങ്ങുന്ന കാറ്റഗറിയാണ് ഇതിൽ വരുന്നത്, ഗ്രൂപ്പ് ഡിയിൽ വരുന്നത്. ഏജ് പിന്നെ ഇവിടെ ഒരു ചേഞ്ച് വരുന്നത്, നമ്മുടെ ഒഫീഷ്യൽ നോട്ടീസ് ഇറങ്ങിയ സമയത്ത് 1/7/2025 എന്ത് വന്നത്, ആ നോട്ടീസിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളതിൽ 1/1/2025 എന്ന് പറഞ്ഞൊരു സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ. 1/1/2025 ഏജ് ലിമിറ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ദിവസമാണ് നിങ്ങളുടെ ഫൈനൽ ഏജ് ലിമിറ്റ് ആയിട്ട് വെക്കേണ്ടത്. 18 to 36 വയസ്സ് വരെ 1/1/2025 പ്രകാരമാണ് വെക്കേണ്ടത് കേട്ടോ. ഇനി ടോട്ടൽ വാക്കൻസി 32,438 വാക്കൻസി തന്നെയാണ്. വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല അതിൻ്റെ കാര്യത്തിൽ. ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഇവിടെ എന്താണ്, ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി ഏജിന് എന്തുണ്ട്, റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെതായ റിലാക്സേഷൻ SC STക്കും അവർക്കൊക്കെ റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു കാര്യം, നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡും നമ്മൾ പറഞ്ഞതാണ്, A2 കാറ്റഗറി തൊട്ടാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇവിടെ കാണുന്നുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ജനറൽ ഫിറ്റ്നസിന് A2 തൊട്ടാണ് വരുന്നത്. 6/9 വിത്തൗട്ട് ഗ്ലാസസ് ആണ് പറയുന്നത് കേട്ടോ. 6/9 വിത്തൗട്ട് ഗ്ലാസസ്. ഗ്ലാസ് ഇല്ലാത്തവർക്കാണ് A2 കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. A3 കാറ്റഗറി തൊട്ട് എന്ത് ചെയ്യാം, വിത്ത് ഗ്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇത് നാഷണാലിറ്റി പറയുന്നുണ്ട്, ഇന്ത്യ നേപ്പാൾ ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. നാഷണാലിറ്റി ഇന്ത്യയാണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിച്ചറിയാം, 18 to 33 വരേണ്ടത്. പക്ഷേ ഇപ്പോൾ എന്താണ്, കോവിഡിൻ്റെ റിലാക്സേഷനും കൂടെ ഉള്ളതുകൊണ്ട് 18 to 36 വയസ്സ് വരെയാണ്. അതിൽ OBCക്ക് 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ, SC STക്ക് 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ, എക്സ് സർവീസ് മാനിന് UR/EWS കാറ്റഗറി ആണെങ്കിൽ 3 വർഷം, OBC ആണെങ്കിൽ 6 വർഷം, SC STക്ക് ആണെങ്കിൽ 8 വർഷം. പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാറ്റഗറിക്ക് ആണെങ്കിൽ ഓരോ സെക്ഷനിൽ നിന്നും 10 വർഷത്തിൽ മുകളിൽ എന്തുണ്ട്, റിലാക്സേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സർവിങ് ഇൻ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ സെർവ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, 40 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. 40-ന് പുറത്ത് വാക്കൻസി ഏജ് ലിമിറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. പിന്നെ എന്താണ്, ഈ നോട്ട് ഇയർലി തന്നെ അപ്പർ ഏജ് ലിമിറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. 2/1/1989 തൊട്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, UR/EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ.
ആ ഒരു കാര്യമൊക്കെ കൃത്യമായി അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു PDF നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ കമൻസ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം, അതിൽ നിങ്ങൾക്ക് കയറി വായിക്കാവുന്നതാണ്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് അവരെന്ത് ചെയ്യുക, അനക്സർ എയിൽ പറയുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് വായിച്ചു നോക്കാം എന്തായാലും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ എക്സാമിനേഷൻ ഒന്നും പ്രിപ്പയർ ചെയ്യുന്നവരൊന്നും അറ്റൻഡ് ചെയ്യരുതെന്നൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട് അവരെന്തായാലും. എന്തായാലും അതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. എക്സാമിനേഷൻ ഫീസ് വരുന്നത് എന്തിലാണ്, 500 രൂപയാണ് ഏതിന് വരുന്നത്, നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയിൽ 400 രൂപ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. 250 രൂപ ആർക്കാണ്, നമ്മുടെ PWD കാൻഡിഡേറ്റ്സിനും, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ് മാൻ, SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും, EBC ക്ലാസ്സിനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. OBCക്കും അതുപോലെ തന്നെ ജനറൽ കാൻഡിഡേറ്റ്സിനും എല്ലാം 500 രൂപയാണ്. ഫീമെയിലിനൊക്കെ ഈ ഒരു 250 രൂപയാണ് പറയുന്നത്. ഇനി എല്ലാവരും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്താണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യമാണ്. അത് പറഞ്ഞതുപോലെ തന്നെയാണ്. എത്രയാണ് വന്നത്, നമുക്കിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വാക്കൻസി ഓരോ സ്ഥലത്തിൻ്റെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സദേൺ റെയിൽവേ ചെന്നൈയിലൊക്കെ വാക്കൻസിയൊക്കെ എടുത്ത് പറയുന്നുണ്ട്. മൊത്തത്തിൽ റെയിൽവേ ടോട്ടലി UR കാൻഡിഡേറ്റ്സിന് 1089 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത് എന്നൊക്കെ ഉള്ളൊരു കാര്യം അവർ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. വാക്കൻസി ടേബിൾ സദേൺ റെയിൽവേ ചെന്നൈയിലെ കാര്യം എന്താ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോ കാറ്റഗറിയാണ്. നിങ്ങൾക്ക് അറിയാലോ, അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, വർക്ക്ഷോപ്പ്, ബ്രിഡ്ജ്, ലോക്കോ ഷെഡ്, പോയിന്റ്സ്മാൻ ബി, ട്രാഫിക്കിൻ്റെ ഒക്കെ വാക്കൻസി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത്യാവശ്യം വാക്കൻസി ഉണ്ട്. 1000 പുറത്ത് വാക്കൻസീസ് പറയുന്നുണ്ട്. ഇത് കൂടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ, ചെന്നൈയിലെ കാര്യമായാലും ഏതൊരു സ്ഥലത്ത് വെച്ചാലും. അത് ശ്രദ്ധിച്ചൊക്കെ വയ്ക്കാം. നമുക്ക് ആ ഒരു കാര്യം ഇതിൻ്റെ പോസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് കൃത്യമായി ചെക്ക് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്, പോസ്റ്റ് പ്രിഫറൻസ് ചെയ്ത് വയ്ക്കാവുന്നതെന്ന് കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്തു തരാം. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് എല്ലാവർക്കും അറിയേണ്ടത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇത് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. പോസ്റ്റ് പാരാമീറ്റേഴ്സ്, മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10th പാസ് ഓർ ITI തന്നെയാണ് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും പറയുന്നില്ല. ITIക്കാർക്ക് സ്പെസിഫിക് പോസ്റ്റ് ഒന്നും അവർ എടുത്ത് പറയുന്നൊന്നുമില്ല. എല്ലാവർക്കും 10 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ITI ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മറ്റേ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. എല്ലാത്തിനും സെയിം ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നുണ്ടായിരിക്കും അസിസ്റ്റന്റ് ട്രാക്ക് മെഷീന്, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, 10th പാസ് ഓർ ITI എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പോസ്റ്റ് പാരാമീറ്റേഴ്സ് 9, 10, 11, 12, 13, 14. ഓക്കെ, എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 1 തൊട്ട് 10th പാസ് ഓർ ITI എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതുവരെയും എന്ത് തന്നെയാണ് പറയുന്നത്, 10th പാസ് ഓർ ITI 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇനി ഒരു ഡൗട്ടും വേണ്ട. 10ാം ക്ലാസ്സോളാണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കിക്കോളുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് തുല്യമായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അതിനൊന്നും എടുത്തു പറയുന്നില്ല, ഇത് എന്നെ ITI ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവുന്നൊന്നും പറഞ്ഞിട്ടില്ല. മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10th പാസ് ഓർ ITI തന്നെയാണ്. ഓർ ITI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി 10th പാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ITI ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ കാര്യം കൃത്യമായി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കോളുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണ്, ഇതിൻ്റെ കാസ്റ്റ് ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്സ് വയ്ക്കേണ്ട കാര്യമൊക്കെ ഇതിൽ എന്തിട്ടുണ്ട്, ആഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഈ പോസ്റ്റുകളൊക്കെ വരുന്നത് എവിടെയാണെന്നുള്ളൊരു കാര്യം മുംബൈയിലൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുംബൈയിൽ 1800 സംതിങ് വാക്കൻസീസ് ഉണ്ട്. എന്തായാലും എവിടെയാണ് വയ്ക്കേണ്ടത്, പോസ്റ്റ് പ്രിഫറൻസ് എവിടെ വയ്ക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ട് എന്താണ് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തായാലും നിങ്ങൾ വിശ്വസിച്ചിരിക്കുക, 10ാം ക്ലാസ് തന്നെയാണ് ഇതിൻ്റെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇനി എന്താണ്, നിങ്ങൾ നേരെ ചൊവ്വേ പഠിച്ചു തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട് എന്തുണ്ട്, ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വീട്ടിലിരുന്ന് പഠിച്ച് റെയിൽവേയിൽ RRB ഗ്രൂപ്പ് D നേടാനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3000 രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സസ് പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഗ്രൂപ്പ് Dക്ക് പഠിച്ചു തുടങ്ങാം. 10ാം ക്ലാസ് തന്നെയാണ്. ഇനി അതിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വെക്കാതെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളുക. അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്പെഷ്യൽ ബാച്ച് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര ബ്രാഞ്ചസിലും February 3-നും തൃശ്ശൂർ കാലിക്കറ്റ് ബ്രാഞ്ചിൽ February 5-നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു ഡൗട്ടും വേണ്ടാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ആ വിശ്വാസത്തിൽ തന്നെ പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.